ഹലോ ഫ്രണ്ട്സ്, ഞാനിത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ പണ്ടൊരു ട്രിപ്പ് പോയ വീഡിയോയാണ്. അതിപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഡൽഹൌസിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ബാക്കി വീഡിയോ നമുക്ക് വഴിയേ കാണാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഡൽഹൌസിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് ഓടണം. അതെ, ഒരു എനർജി അങ്ങ് വരുന്നേ ഉള്ളൂ. ഇവിടെ ഇന്ന് ഹോളി സെലിബ്രേഷന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എവിടെ നോക്കിയാലും കളർപ്പൊടി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തന്നെ എങ്ങനെ രക്ഷപ്പെട്ട് കാറി കയറിയത് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. അയ്യോ പോയോ, അയ്യോ പോയേ ഞങ്ങളുടെ പാർട്ട്നേഴ്സ്. അയ്യോ കറക്റ്റ് കർത്താവല്ലേ മുൾക്കിനോട് കൂടി വെച്ചുകൊടുത്താൽ. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം റെസ്റ്റോറൻറ്റ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. മൂർത്തിലെത്തി. ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി മുമ്പോട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. പുറമേയുള്ള ഡെക്കറേഷൻ കണ്ടിട്ട് അകത്ത് കയറിയതാണ്. ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ഫുഡിന്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങളുടെ ഗ്യാങ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇത്ര പേരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പുറപ്പെട്ടത്. അങ്ങനെ ഞങ്ങളിതാ പഞ്ചാബിലെത്തിയിരിക്കുകയാണ്. അടുത്ത ചായ കുടിക്കുള്ള സമയം ആയിരിക്കുകയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കുറേ ഡെക്കോർ ഐറ്റംസ് ഉണ്ട് അവിടെ. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറേ കലാരൂപങ്ങളുണ്ട് അവിടെ. പഞ്ചാബിലെ തന്നെ അവിടുത്തെ ഒരു കലാരൂപങ്ങൾ എന്തൊക്കെയാണോ അവിടുത്തെ പ്രത്യേകതകൾ, ആ ഒരു ഇതൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇതുപോലെ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഓരോരോ പ്രതിമകളായിട്ടും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ അവിടെ നിന്ന് ഒരു മലയാളി, ഒരു ജോർജേട്ടനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരനാണിത്. ഫുൾ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും വാദോരാതെയുള്ള സംസാരമായിരുന്നു. അടുത്ത സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഒരുറക്കം കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതാ അതിമനോഹരമായ ഈ കാഴ്ചയാണ്. നമ്മുടെ കേരളം കഴിഞ്ഞിട്ട് ഇതുപോലെ പച്ചപ്പുള്ളൊരു സ്ഥലം കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഡൽഹി എന്ന് പറയുമ്പം അത്ര പച്ചപ്പൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണല്ലോ. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ തന്നെ. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അവിടെ നിന്നുള്ള കാഴ്ചയാണ്, അവിടുത്തെ ബാൽക്കണി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. അതെ, മിനി സ്വിറ്റ്സർലാൻഡ്. അതെ, അന്തലാൻഡിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വന്നു, ഫ്രഷായി ഇതാ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ആണ്.
ഞങ്ങളിത് ഗുഡ്സ് ജീപ്പില് പോകുന്നു കയറ്റം കയറാൻ. അഡ്വഞ്ചർ. അയ്യോ ഇനി കുറച്ച് സമയത്തേക്ക് ഫോണൊന്ന് തലതിരിച്ച് പിടിക്കേണ്ടി വരും. ഞാനിങ്ങനെയാണ് വീഡിയോ എടുത്തത്. പക്ഷേ ഞങ്ങൾ ആ ഒരു ജീപ്പിലുള്ള ഒരു ട്രക്കിങ് കഴിഞ്ഞിട്ട് അതൊരു അടിപൊളി മൊമെന്റ് ആയിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു മലയുടെ മണ്ടയിലെത്തി അവിടുന്ന് പാരാഗ്ലൈഡിങ് നടത്താനുള്ള പരിപാടിയായിരുന്നു. എല്ലാവരും ഒന്നും കയറിയില്ല. നേരത്തെ കയറാത്തവരൊക്കെ ഉണ്ടായിരുന്നു. എന്നെ പോലെയുള്ളവരൊക്കെ മാത്രമാണ് കയറിയത്. 2-3 പേര് മാത്രമേ കയറിയുള്ളൂ. വീഡിയോ ആൽബി റെഡി ആയിരിക്കുകയാണ് ഗൈസ് ചാടാൻ. The wind hums songs at the break of day, whispering pines untold, carrying tales only the forest holds. Moonlight spills through the velvet dark, ഈ മലകളൊക്കെ ഇറങ്ങി ഇത് കുതിരയാ, കഴുതയല്ല അല്ലേ? കഴുതയാണോ ഇത്? അവരുടെ ഒരു അവസ്ഥ അല്ലേ? വിൻസു, we hate you. Ready, sir? Ready, 1, 2, 3, 4. Run, fast, run, fast, run, run fast. Run. That's not it. by nature's hand, each echoing step on the forest floor opens a